ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ട് നല്ല പഞ്ഞി പോലത്തെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കഴിക്കുമ്പോൾ ഒരു കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് ഈ ഒരു അപ്പത്തിന്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിന് യൂസ് ചെയ്യുന്നുള്ളൂ. വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മധുരം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഏലക്ക ഇതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് ഇതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാനില എസെൻസിൻ്റെ ഫ്ലേവർ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുത്താലാണ് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഈ ഒരു കേക്കിന് നല്ല സോഫ്റ്റും ആയിരിക്കും. ഇനി നമുക്ക് നന്നായി അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി, നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ അരിപ്പൊടി എടുക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടയൊന്നും ഇല്ലാത്ത നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ അരിപ്പൊടിയുടെ കൂടെ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കണില്ല, സാധാ അരിപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ ഒന്ന് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ചോക്ലേറ്റ് പൊടിയൊക്കെ ചേർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒന്നും കൂടെ ഒന്ന് ഇഷ്ടപ്പെടും. ഒരു കേക്ക് കഴിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ മധുരം കുറച്ച് കൂടുതലിട്ട് കൊടുത്താൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ മാവ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് കുറച്ച് നേരം ഇരുന്നാൽ ചിലപ്പോൾ ഈ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമുക്കൊരു ഇഡ്ഡലിയുടെ ട്രേ എടുത്തിട്ട് അതിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ ഫില്ലാക്കരുത്, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഫില്ലാക്കാൻ. കാരണം ഇത് കുറച്ചൊന്ന് പൊങ്ങി വരും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലിയുടെ ട്രേ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ സ്റ്റീലിൻ്റെ വല്ല ബൗളോ അല്ലാന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ട്രേയോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ബാറ്റർ ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ഇഡ്ഡലിയുടെ ചെമ്പിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. 5 മിനിറ്റ് ആകുമ്പോഴത്തേനും ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. എന്തെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രേയിൽ നിന്ന് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്നാക്ക് ആക്കിയിട്ട് മാത്രമല്ല, ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ചേർക്കുന്ന എസെൻസും അതുപോലെ തന്നെ പഞ്ചസാരയും ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചട്നിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു കേക്ക് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കണം. ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.